പുഴ വന്ന വഴിയെ നാം ഒന്ന് പോയാൽ എത്തുക ഒരു നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉൽപ്പത്തിയുടെ ഭൂമികയിലേക്കായിരിക്കും. നിളയും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടേക്ക് തന്നെ. അഞ്ചിതൾ മലയാളത്തിൻ്റെ ഒരിതൾ വിടരുന്നത് ഈ നിളാതീരത്താണ്. തുഞ്ചനും കുഞ്ചനും പി കുഞ്ഞിരാമൻ നായരും VK-നും സി രാധാകൃഷ്ണനും വൈലോപ്പിള്ളിയുമൊക്കെ മലയാളത്തിനെ ലാളിച്ചു വളർത്തിയ ഈ നിളയുടെ തീരത്തുകൂടി നമുക്കൊരു യാത്ര പോകാം. പുഴ കടന്ന് കഥകളുടെ ഇടയിലേക്ക്. യുടെ ആദിമഭാവങ്ങൾ ഉരുവം കൊണ്ട ഈ പുഴ നമ്മുടെ ഹൃദയമാണ്. അതിൻ്റെ ഉർവരത മലയാളിയുടെ മനസ്സാണ്. കൂടല്ലൂർ പുഴ നിറഞ്ഞിരിക്കുന്നു. പുഴയുടെ ആർദ്രതയെ ആത്മാവിലേറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ കഥാകാരൻ MTയുടെ ഭൂമികയാണിത്. സങ്കീർണമായ വൈകാരിക ഭാവങ്ങളെ തൻ്റെ ഗതിവിഗതികൾക്കൊപ്പം ഏറ്റുവാങ്ങുന്ന നിളാനദി MTയുടെ കഥകളിലെ നിതാന്ത സാന്നിധ്യമാണ്. ഓർമ്മകളുടെയും കാലത്തിൻ്റെയും പ്രത്യേക അവസ്ഥകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് MTയുടെ സാഹിത്യ ഭൂമികയിൽ ഈ പുഴ നിറഞ്ഞു നിൽക്കുന്നു. വ്യത്യസ്തങ്ങളായ ഭൂവിഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു. ഇതൊരു പരിമിതിയാവാം. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇരുളും വെളിച്ചവും പുണർന്നുറങ്ങുന്ന ഈ തറവാടിൻ്റെ ഇടനാഴികളിൽ നിന്നാണ് മലയാളത്തിനെ ത്രസിപ്പിച്ച നാലുകെട്ടും അസുരവിത്തും അടക്കമുള്ള കൃതികളുണ്ടായത്, നോവലുകളും കഥകളും ഉണ്ടായത്. മാടത്ത് തെക്കേപ്പാട്ട് MTയുടെ തറവാട്. ഈ തറവാട്ടിലിരുന്നു കൊണ്ടാണ് നിളയെയും കൂടല്ലൂരിനെയും ഒക്കെ തൻ്റെ കൃതികളിലേക്ക്, അക്ഷരങ്ങളിലേക്ക് MT സന്നിവേശിപ്പിച്ചത്. ഈ സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ രണ്ട് പുഴകൾ ചേരുന്ന ഒരു സ്ഥലമാണ്. ഈ കുന്തിപ്പുഴ അവിടെ നിന്ന് വരുന്നു, ഭാരതപ്പുഴ ഇവിടെ നിന്ന് വരുന്നു. ഇത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ പേര് അങ്ങനെ ഉണ്ടായതായിരിക്കാം. മാടത്ത് തെക്കേപ്പാട്ട് MT വാസുദേവൻ നായരുടെ തറവാട്. ഭൂതകാലത്തിൻ്റെ വ്യസനഭാരം കാർകെട്ടി നിന്ന നാലുകെട്ടിൻ്റെയും കാലത്തിൻ്റെയും അന്തരീക്ഷം പിറവിയെടുത്ത മണ്ണ്. മലയാളിയുടെ ഗൃഹാതുരതകൾ ഏറെക്കാലം ഇവിടെ വിലയം ചെയ്തു കിടന്നു. വേനൽക്കാലത്ത് മുട്ടോളം വെള്ളമുള്ള ഒരു നീർച്ചാല്. അപ്പോൾ അത് കടന്ന് നമുക്ക് പോവാം. വർഷക്കാലത്ത് തോണിയൊക്കെ ഉണ്ടാവും. ഈ കൂട്ടക്കടവ്, ഈ തൂതപ്പുഴയും ഭാരതപ്പുഴയും ചേരുന്ന ഈ സ്ഥലത്താണ് കൂട്ടക്കടവ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് ഒരു പേരുണ്ട്. കൂടല്ലൂരിൻ്റെ കൂട്ടക്കടവ് ഭാഗം എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. അന്ന് തോണിയുണ്ട്. തോണി കടന്നിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പള്ളിപ്പുറത്തേക്ക് ആളുകൾ പോവുക. ഇപ്പോൾ MT അടക്കം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ കടവ് കടന്നിട്ടായിരുന്നു പള്ളിപ്പുറത്ത് പോയിട്ടാണ് മറ്റേ പാലക്കാട്ടേക്ക് യാത്ര ചെയ്തത്. അത് വൈകുന്നേരമായ എല്ലാവരും കൂടി പുഴയിൽ പോകും. കാലത്തൊന്നും പോകാൻ സമ്മതിക്കില്ല. വൈകുന്നേരം എല്ലാവരും കൂടി പുഴയിൽ പോകും. അപ്പോൾ ഈ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടി പുഴയിൽ പോകും. പിന്നെ അവിടെ ഓടിക്കളിക്കും. ദൂരേന്ന് ഓടി വന്നിട്ട് ഈ നീർച്ചാലിലേക്ക് ചാടും. അപ്പോൾ വെള്ളം എല്ലാ സ്ഥലത്തേക്കും തെറിക്കും. അങ്ങനെ വരുമ്പോഴേക്കും ആകെ നനഞ്ഞ് തലയിൽ മുഴുവൻ മണലായി. ഇവിടെ വന്ന അച്ഛമ്മ ചീത്ത പറയും, തലയിലൊക്കെ നിറയെ മണലാവും. മലയാളത്തിൻ്റെ പുരാവൃത്തങ്ങളിൽ ബന്ധുരമായ ഒരു ഏടാണ് പറയുപെറ്റ പന്തിരുകുലം. ഈ നിളാതീരം പോറ്റി വളർത്തിയ മനോഹരമായ ഒരു അധ്യായം. പറയിപെറ്റ പന്തിരുകുലത്തിലെ 6 പേരും നിളാതീരത്തെ തൃത്താലക്കാരാണ്.
അതിൽ പ്രധാനിയായ പാക്കനാർ പുഴ കടന്നെത്തി സമാധിയായത് ഈ കാഞ്ഞിര ചുവട്ടിലാണ് എന്നാണ് പുരാവൃത്തം. നിളാതീരത്തെ ഓരോ വൃക്ഷവും വേരുറപ്പിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മലയാളത്തിൻ്റെ സംസ്കൃതിയിലേക്ക് തന്നെയാണ്. തിരുനാവായയിലെത്തുമ്പോൾ മാമാങ്കത്തിൻ്റെ ചൂടുള്ള സ്മരണകളുമായി ഒഴുകി വിശാലമാവുകയാണ്. ഇവിടുത്തെ മണൽപ്പരപ്പിന് ചാവേറുകളുടെ ചോരയുടെ മണമുണ്ടായേക്കാം. സാമൂതിരിയുടെയും വള്ളുവ കോനാതിരിയുടെയും സൈന്യം തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത് തിരുനാവായ ക്ഷേത്രത്തിന് സമീപമുള്ള മണൽപ്പരപ്പിലാണ്. മാമാങ്കം തകർത്താടിയത് നിളയുടെ ഈ മണൽപ്പരപ്പിലാണ്. നിളയുടെ തീരത്ത് ചരിത്രത്തിൻ്റെ കിനാവ് പോലെ തിരുനാവായ. ഇവിടെയാണ് മാമാങ്കം അരങ്ങേറിയിരുന്നത്. ഇതിഹാസമെഴുതിയ ചാവേർപ്പടയുടെ വീരസ്മരണകൾ നിളയുടെ നെഞ്ചിൽ വിറങ്ങലിച്ചു കിടക്കുന്നു. നിളയുടെ പഞ്ചാര മണൽപ്പരപ്പിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന് ഹരിശ്രീ കുറിച്ചത്. തുഞ്ചന്റെ തത്ത നിളയുടെ സംഗീതത്തിനൊപ്പം പാടി വളർന്നു. മലയാളക്കരയാകെ തുള്ളിച്ചിരിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരെയും വളർത്തിയത് നിള തന്നെ. മലയാള സാഹിതിക്ക് തൊട്ടിലാട്ടിയ ആർദ്ര സ്മരണകളിൽ നിള മയങ്ങിക്കിടക്കുകയാണ്. കിളിമൊഴികളിലൂടെ മലയാണ്മയ്ക്ക് നാന്ദി ശ്ലോകം ചമച്ച എഴുത്തച്ഛൻ പിറന്നു വീണത് നിളയുടെ തീരത്താണ്. ദേവതാസ്തുതികളിലും അങ്കനാവർണ്ണനകളിലും മുഴുകിയ കൈരളിയുടെ ചേതനയെ എഴുത്തച്ഛൻ്റെ കവിതകൾ തൊട്ടുണർത്തി. പുഴയെയും കിളിയെയും അറിഞ്ഞ നാട്ടുപഴമകളിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ പുഴയ്ക്കൊപ്പം നിറഞ്ഞു. കവിതയുടെ മാമ്പഴക്കാലം നമുക്ക് സമ്മാനിച്ച വൈലോപ്പിള്ളിക്ക് നിളാനദി എന്നും പ്രചോദനമായിരുന്നു. നിളയുടെ സമൃദ്ധ വിസ്തൃതികളിൽ വിലയം പ്രാപിക്കുവാൻ അദ്ദേഹം തീവ്രമായി അഭിലഷിച്ചിരുന്നു. സച്ചിദാനന്ദൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടത് ഇങ്ങനെയാണ്: ഇവനെ കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിനീരിൻ കൈകളാൽ നിളാനദി. മലയാള മനസ്സിന് കവിതയുടെ മാമ്പഴക്കാലം സമ്മാനിച്ച വൈലോപ്പിള്ളിക്ക് നിള എന്നും ഒരു പ്രചോദനമായിരുന്നു.
നീലിമയോലുന്ന നിളയുടെ ആഴങ്ങളിൽ വിലയം പ്രാപിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഭാവനാകാശങ്ങളിൽ വിഹരിക്കുന്ന കവിമനസ്സിൻ്റെ കാൽപ്പനിക മോഹമായിരുന്നില്ല അത്. സർഗപ്രവാഹങ്ങൾക്ക് സാക്ഷ്യമേകിയ നിളയോടുള്ള തീവ്രാഭിനിവേശമായിരുന്നു അത്. ഇവനെ കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിനീരിൻ കൈകളാൽ നിളാനദീ. ഇവനെ കൂടി സ്വീകരിക്കുക, കപിലർ തൻ മരുതുമിലഞ്ഞിയും നനച്ചൊരൻ തായ്നദീ. ചമ്രവട്ടത്ത് നിളയൊരുക്കിയ ഭൂമികയാണ് സി രാധാകൃഷ്ണനെ എഴുത്തുകാരനാക്കിയത്. സി രാധാകൃഷ്ണന്റെ അപ്പുവിന് കവിതയുടെ മയിൽപ്പീലി തുണ്ടുകൾ കളഞ്ഞു കിട്ടിയത് ഈ നിളാതീരത്ത് കൂടി സ്വപ്നം കണ്ട് നടക്കുമ്പോഴായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും നിള ഒരു നിറഞ്ഞ സാന്നിധ്യമാണ്. സി രാധാകൃഷ്ണന് പുഴ ഒഴുകുന്ന ജീവനാണ്. മലയാള നോവൽ സാഹിത്യത്തിൻ്റെ മാനവിക ദർശനമാണ് സി രാധാകൃഷ്ണൻ്റെ നോവലുകൾ. എല്ലാം മായ്ക്കുന്ന കടൽ, പുഴ മുതൽ പുഴ വരെ എന്നീ നോവലുകളിൽ ഭാരതപ്പുഴ നിറഞ്ഞു നിൽക്കുന്നു. സി രാധാകൃഷ്ണൻ്റെ നോവലുകളിൽ ആവർത്തിക്കപ്പെടുന്ന അപ്പു തന്നെയാണ് ഇതിലെയും കേന്ദ്ര കഥാപാത്രം. നിറഞ്ഞൊഴുകുന്ന പുഴയോടൊപ്പം സ്വപ്നങ്ങൾ പങ്കിട്ട ബാല്യമായിരുന്നു അപ്പുവിൻ്റേത്. നിളയുടെ തീരങ്ങളിലൂടെ സ്വപ്നം കണ്ട് നടന്ന നിമിഷങ്ങളിൽ എപ്പോഴോ അപ്പുവിന് കവിതയുടെ മയിൽപ്പീലിത്തുണ്ട് വീണ് കിട്ടി. പുഴയൊഴുകി ലക്കിടിയിലെത്തുമ്പോൾ അറിയാതെ ഓർത്തുപോകുന്ന ഒരു പേരുണ്ട്, പി കുഞ്ഞിരാമൻ നായർ. കാഞ്ഞങ്ങാട്ട് നിന്ന് വന്ന പി കുഞ്ഞിരാമൻ നായരെ പട്ടാമ്പിയിൽ പിടിച്ചു നിർത്തിയത് നിളയാണ്. നിളയുടെ തീരത്തുകൂടി നിത്യകന്യകയെ അന്വേഷിച്ച് ഒരു അവധൂതനെ പോലെ അദ്ദേഹം അലഞ്ഞു നടന്നു. അദ്ദേഹം നടന്നു മറഞ്ഞപ്പോൾ ONV ചോദിച്ചത് ഇങ്ങനെയാണ്: പേരാറിനെ പ്രേമവിഭ്രാന്തിയാൽ കേഴുമീ രാധയെ പിന്തിരിഞ്ഞൊന്നു നോക്കാതെ നിന്റെ പുല്ലാങ്കുഴലി മുളങ്കാടിൻ്റെ നെഞ്ചത്തെറിഞ്ഞു നീ മിണ്ടാതെ പോയതോ. മലയാളിയുടെ ഈറൻ മനസ്സുകളിലെ താരുണ്യത്തിൻ്റെ വിതുമ്പുന്ന സൗന്ദര്യമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ. സ്വയം തേടിയലഞ്ഞ പ്രവാസത്തിൻ്റെ നാളുകളിൽ അദ്ദേഹം കൈരളിയുടെ പ്രാപഞ്ചിക ഭംഗി തൻ്റെ കവിതകളിലൂടെ ഒപ്പിയെടുത്തു. കവി മനസ്സിലേക്ക് എന്നും ഒരു നീർസ്പർശമായി നിള കടന്നെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിളയുടെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പുഴയുടെ തീരത്തിലൂടെ ഒരു പ്രവാസിയെപ്പോലെ അദ്ദേഹം നടന്നു. നിലാവ് പെയ്യുന്ന നിളയുടെ തീരങ്ങളിൽ രാത്രിയുടെ മൗനഗന്ധമേറ്റുവാങ്ങി കവിതയുടെ ചിലമ്പൊലികൾക്ക് കാതോർത്തു. നിളയുടെ കഥ പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിളാതീരത്തെ കഥകളുടെ തിരുമുറ്റത്താണ്. ഇത് വരിക്കാശ്ശേരി മന. മഴനൂലുകൾ പോലെ കഥകൾ ഇവിടെ പെയ്തിറങ്ങുന്നു. ദേവാസുരം, രാവണപ്രഭു, ദ്രോണ, അനന്തഭദ്രം, ഹലോ തുടങ്ങി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി കഥകളാണ്, നിരവധി സിനിമകളാണ് ഇവിടെ നിന്നും പിറവിയെടുത്തത്. മലയാള സിനിമാഗാന ശാഖയ്ക്ക് നിളയുടെ തെളിനീർധാര നീരു പകർന്നു. ONVയും പി ഭാസ്കരനും നിളയുടെ വറ്റാത്ത സർഗപ്രവാഹത്തിൽ തൂലികമുക്കി മലയാളികൾക്ക് മറക്കുവാനാകാത്ത ഗാനമാലികകൾ സമർപ്പിച്ചു. മലയാളിയുടെ മനസ്സിൽ എന്നും വൈകിയെത്തിയ പൂന്തിങ്കൾ നിളയിൽ നീരാടിക്കൊണ്ടിരിക്കും. മുളന്തണ്ടിൻ്റെ ആർദ്രശ്രുതിയിൽ വിരിയുന്ന വസന്തത്തിൻ്റെ ചിരി പോലെ ONV കവിതകളിലും ഗാനങ്ങളിലും നിളയുടെ ജൈവസ്പർശമുണ്ട്. നിളയെക്കുറിച്ച് ഇത്രയേറെ പാടിയിട്ടുള്ള മറ്റൊരു കവിയില്ല. മലയാള സിനിമയ്ക്ക് ഭാവഗീതങ്ങളുടെ ചാരുത സമ്മാനിച്ച ONVയുടെ ഗാനങ്ങളിൽ
നിളയുടെ ലീനധ്വനികളുണ്ട്. കൽപ്പനകളുടെ ചാരുതയാൽ മലയാളിയുടെ മനസ്സിൽ മലർമാസ പൂനിലാവ് വിരിയിച്ച ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ നിളയുമായുള്ള തീവ്രാനുരാഗങ്ങളാൽ മുഗ്ധമാണ്. മയക്കത്തിൻ്റെ ആലസ്യങ്ങളിലേക്ക് തെന്നി വീഴുന്ന പ്രജ്ഞയെ തൊട്ടുണർത്തുന്ന കാൽപ്പനിക ഭംഗി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ മുഖമുദ്രയാണ്. നേറിപ്പടരുന്ന ജീവിത ദുഃഖങ്ങളെ ഭാരതപ്പുഴയുടെ ധ്യാനനിമഗ്നമായ തീരങ്ങളിൽ അദ്ദേഹം കെട്ടഴിച്ചുവിടുന്നു. പൂരങ്ങളുടെയും തിറയുടെയും വള്ളുവനാട്, പാടങ്ങളുടെയും പനമരങ്ങളുടെയും വള്ളുവനാട്, വള്ളുവനാടിൻ്റെ ഗ്രാമ്യഭംഗിയുടെ വാഹിനിയാണ് നിള. വർഷകാലത്ത് പരന്നൊഴുകിയും വേനലിൽ ഒരു ഒഴിഞ്ഞ പാത്രം പോലെ മണൽത്തിട്ടകൾ തീർത്ത് കളിത്തടങ്ങൾ തീർത്ത് കാത്തിരിക്കുന്ന നിളയ്ക്ക് ഒരുപാട് ഭാവങ്ങളുണ്ട്. പുഴയുടെ കഥയും പുരാവൃത്തങ്ങളും ഒടുങ്ങുന്നില്ല. കാലം പുഴയിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പുഴയ്ക്കു പറയാൻ, പുഴയെക്കുറിച്ച് പറയാൻ കഥകളും കഥാകാരന്മാരും ഇനിയുമുണ്ടാകും. വാക്കിന് നീരുകൊടുത്ത് നിള മലയാളത്തിൻ്റെ സർഗചേതനയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പുഴ കടന്ന് കഥകളുടെ ഇടയിലേക്ക് നമുക്ക് ഇനിയും പോകേണ്ടി വരും. ചരിത്രത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് ഈ പുഴ. നശ്വരമായ ജീവിതമരുഭൂവിൽ നമുക്ക് കിട്ടിയ ഈ നീരുറവ അനാദിയായ കാലത്തിൻ്റെ സഹയാത്രികയാണ്. കാലത്തിൻ്റെ കനവുകൾ തെളിയുന്ന ഈ പുഴയെ നമുക്ക് ഹൃദയക്കുടന്നയിൽ കോരിയെടുക്കാം. പഴയ മുറിക്കകത്ത് ചുമരിൽ പെൻസിൽ കൊണ്ട് കുറിച്ചിട്ട വരികൾ എന്തായിരുന്നു? ഒന്നും ഓർമ്മിക്കാനാവുന്നില്ല. വരണ്ട പുഴ പോലെ മനസ്സ് ഒഴിഞ്ഞുകിടക്കുന്നു. ചുമട്ടുകാരൻ ചെറുമൻ ഒപ്പമെത്തുന്ന കാലടിയൊച്ചകൾ കേട്ടു. അകലെ ഇരുമ്പുപാലവും തണ്ടുവാളങ്ങളും വിറയ്ക്കുന്നു. മലവെള്ളം സ്വപ്നം കൊണ്ടുണങ്ങിയ പുഴ എൻ്റെ